ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻഗേജ്മെന്റ് ആണെന്നൊക്കെ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ പെണ്ണുകാളിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കഴിഞ്ഞ വ്ളോഗിൽ. അപ്പൊ എൻഗേജ്മെന്റ് ഷോപ്പിംഗും കാര്യങ്ങളൊക്കെ ആയിട്ട് 2 ദിവസമായിട്ട് നടത്തിയ ഷോപ്പിംഗ് നമ്മൾ ഒരൊറ്റ വീഡിയോയിലായിട്ട് കാണിക്കാൻ പോവാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ മോതിരം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ അമ്മയും അച്ഛനൊക്കെ ബിസി ആയതുകൊണ്ട് ഞാൻ അപ്പച്ചി കൂടാണ് മോതിരം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ രാവിലെ തന്നെ ഞാൻ അപ്പയുടെ വീട്ടിലോട്ട് പോവാണ്. അപ്പൊ മോതിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 15 ദിവസം മുന്നേ ഒക്കെ സാധാരണ ഓർഡർ കൊടുക്കണം മോതിരം നമുക്ക് കിട്ടണമെങ്കിൽ. പക്ഷെ ഇത് പോയിട്ട് ഇപ്പോൾ ഒരു 10 ദിവസം പോലും നമുക്ക് ടൈം ഇല്ല. നമുക്കൊരു 5-6 ദിവസമൊക്കെ ടൈം ഉള്ളൂ. നേരെ അപ്പച്ചിയുടെ വീട്ടിലാണ്. അപ്പൊ അർജുൻ രാവിലെ ട്യൂഷന് പോകാൻ നേരത്തെ അവൻ എന്നെ അപ്പയുടെ വീട്ടിലോട്ട് ആക്കിയിട്ട് പോയി. നേരത്തെ അപ്പൊ അവൻ അങ്ങനെ എന്നെ താഴെ കൊണ്ടുവിട്ടിട്ട് പോയി. നേരത്തെ എന്റെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മുടെ അപ്പയുടെ വീട്ടിലോട്ട് പോകുന്ന നേരെ ഒരു കുത്തനെ ഒരു കയറ്റമാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ വഴിയൊക്കെ ആണെങ്കിൽ കോൺക്രീറ്റ് ഒക്കെ ചെയ്തുകൊണ്ട് നല്ല സെറ്റായിട്ട് കിടക്കും. അപ്പച്ചി കല്യാണം കഴിച്ചൊക്കെ വിടുന്ന സമയത്താണെങ്കിൽ ഇതൊരു കല്ലും മുള്ളും നിറഞ്ഞൊരു കാനനപാത പോലെ ആയിരുന്നു. അപ്പൊ നമ്മൾ നേരെ കിറിച്ചത് ആ കയറ്റം അവസാനിക്കുന്ന അവരുടെ വീട്ടിലാണ്. അപ്പൊ വീട്ടിലെത്തിയിട്ട് പെട്ടെന്ന് തന്നെ പോകാൻ വേണ്ടി നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങുകയാണ്. ഒരു 10 മണിയൊക്കെ സമയം. അപ്പൊ അപ്പയും ഞാനും ഇക്കും കൂടാണ് പോകുന്നത്. അദ്ദേഹത്തിനാണെങ്കിൽ അവിടെ എന്തോ അമ്പലത്തിൽ ഉത്സവം കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അവൻ അങ്ങോട്ട് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. അപ്പൊ നമ്മള് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പോവാം. പെട്ടെന്ന് വരാമെന്നുള്ള ധാരണയിലാണ് 10 മണിയൊക്കെ ആയപ്പോ നേരത്തെ ഇറങ്ങിയത്. പക്ഷെ ധാരണകളൊക്കെ തെറ്റിപ്പോയി. കാർ എടുക്കുന്നില്ല. നമ്മൾ അവിടെ ഒരു വൺ വേ അല്ല, നമ്മൾ ഭീമയിലാണ്, പത്തനംതിട്ട ഭീമയിലാണ് മോതിരം മണിയാൻ കൊടുക്കുന്നത്. അപ്പൊ അതൊരു വൺ വേ ആയതുകൊണ്ട് അവിടെ കാർ കൊണ്ടിട്ട് കുറച്ച് പാടുപെടും നമ്മൾ അവിടെ തിരിച്ചിറക്കിക്കൊണ്ടൊക്കെ വരാനൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് താഴോട്ട് ഇറങ്ങി ഒരു ഓട്ടോ വല്ലതും വരുവാണെങ്കിൽ ഓട്ടോയ്ക്ക് പോകാന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു. പക്ഷെ നമുക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് അതുവഴി എന്റെ അച്ഛന്റെ ഒരു ഫ്രണ്ട് വന്നു. അപ്പൊ പുള്ളി ഒരു ലിഫ്റ്റ് കിട്ടിയോണ്ട് നമുക്ക് ഒത്തിരി വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി ഒന്നും വന്നില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ പത്തനംതിട്ട ഭീമയിലെത്തി. അപ്പയുടെ ചെരുപ്പ് കറക്റ്റ് ആ കാറിൽ ഇറങ്ങുന്ന ടൈമിൽ പൊട്ടി. നമ്മൾ സാധാരണയായിട്ട് ഞങ്ങളായാലും അപ്പയൊക്കെ ആണെങ്കിലും സാധാരണ ആ ചെരുപ്പ് വാങ്ങിക്കുന്നത് ആ ഭീമയുടെ തൊട്ടിപ്പുറത്തൊരു കടയുണ്ട്, ആ കടയിൽ നിന്നാണ്. അപ്പൊ എന്നാലും അതിന് മുന്നേ വന്നപ്പോ തന്നെ പൊട്ടിയത് കൊണ്ട് നമുക്ക് അധികം ചെരുപ്പിടാതെ നടക്കേണ്ടി വന്നില്ല. ഇവിടെ കളഞ്ഞാൽ കയ്യിലെടുത്തു ആ ചെരുപ്പാടയുടെ സൈഡിലോട്ട് കളയാം. കാലയിലുണ്ടോ ചിലപ്പോ തത്തിയാലോ വണ്ടി. അപ്പൊ അങ്ങനെ എന്റെ എൻഗേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള ചെരുപ്പ് ഇവിടുന്ന് വാങ്ങിക്കണോ വേണ്ടായോ എന്നൊക്കെ തീരുമാനിച്ചു. കാരണം നമ്മൾ ഡ്രസ്സ് എന്താ എടുക്കുന്നതെന്നൊന്നും അങ്ങോട്ട് സെലക്ട് ചെയ്തിട്ടില്ല. എന്ത് ഡ്രസ്സാണ്, ലെഹങ്കയാണെന്ന് ഒരു പ്ലാൻ ഉണ്ടെന്നല്ലാതെ എന്താണെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. അപ്പൊ അത് ഡ്രസ്സ് എടുത്തിട്ട് ചെരുപ്പ് എടുക്കാമെന്ന് അപ്പൊ പറഞ്ഞോണ്ട് ഞാൻ ചെരുപ്പ് എടുത്തില്ല. അപ്പൊ അപ്പയ്ക്ക് ചേട്ടൻ നമ്മൾ ചെരുപ്പൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ചേട്ടൻ തന്നെ ഭീമയിലേക്ക് പോവാണ്. അപ്പൊ ഭീമയുടെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് കേട്ടോ ഈ കട. ഈ ചെരുപ്പാണ് വാങ്ങിച്ചത്. അപ്പൊ ഫ്ലാറ്റ് ആയിട്ടുള്ള ചെരുപ്പ് മതി എന്ന് പറഞ്ഞു. കാരണം അപ്പൊ ഈയുടെ സ്കൂട്ടറിൽ നിന്നൊക്കെ വീണ് ഓപ്പറേഷൻ ഒക്കെ കഴിച്ചിട്ടിരിക്കുക. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ ഭീമയിലെത്തി. ആദ്യം തന്നെ നമ്മൾ വന്നപ്പോ തന്നെ മോതിരത്തിന്റെ സെക്ഷനിലോട്ടാണ് പോയത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, എന്റെ കൈക്ക് അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള മോതിരം ഒന്നും അല്ലാതെ എൻഗേജ്മെന്റ് റിംഗ് എന്നല്ല, അല്ലാത്ത അനുഭവം കിട്ടില്ല. കണ്ടോ, എന്റെ 2 വിരല് വേണമെങ്കിൽ ആ ഒരു മോതിരത്തിനകത്ത് കയറ്റി അതുപോലത്തെ പരുവൊക്കെയാണ്. അപ്പൊ നമ്മൾ മോതിരം കുറെ നോക്കി. എല്ലാം എനിക്ക് എല്ലാം കാണുമ്പോ എല്ലാം ഒരുപോലൊക്കെ ഇരിക്കുന്നു. പിന്നെ ആണെങ്കിൽ അന്നായിരുന്നു ചേട്ടൻ എന്റെ ഫസ്റ്റ് ടൈം വിളിച്ചത്. അവിടെ കടയിൽ നിന്നപ്പോഴായിരുന്നു. പിന്നെ ഞാൻ പുള്ളിക്ക് ഫോട്ടോ ഒക്കെ ഇട്ട് കൊടുത്ത് ചേട്ടൻ തന്നെയാണ് സെലക്ട് ചെയ്ത്. കാരണം ചേട്ടൻ തന്നെയാണല്ലോ സെലക്ട് ചെയ്യേണ്ടത്. കാരണം എന്റെ മോതിരമാണ് ഞാൻ വാങ്ങിക്കുന്നത്. ചേട്ടന് ഇടാനുള്ളത് അവിടെ പണിക്കുക. കാരണം എന്നിട്ട് നമ്മൾ എൻഗേജ്മെന്റ് ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാന്നുള്ളൊരു പ്ലാനാണ്. അപ്പൊ അവിടെ നിന്ന് ഇപ്പൊ പെട്ടെന്ന് ഇറങ്ങിയെന്ന് വിചാരിച്ച് നമ്മൾ പെട്ടെന്ന് ഇറങ്ങി നിന്ന് വിചാരിക്കുന്നത് ഒരു 4 മണിക്കൂറോളം നമ്മൾ ഭീമയ്ക്കകത്ത് സ്പെൻഡ് ചെയ്തു. 10 മണിക്ക് വന്നാണ്. നമ്മളൊരു ഏകദേശം 1 മണി 1:30 ഒക്കെ അതിനകത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മളല്ലാതെ ജസ്റ്റ് മാലയും കാര്യങ്ങളും ഒക്കെ കൂടെ ഒന്ന് നോക്കി. കല്യാണത്തിന്റെ ഒക്കെ ആവശ്യമുള്ള സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം. അപ്പൊ ഇന്ന് ഇത്രയും പരിപാടികളൊക്കെ ഉള്ളു. ഇന്നത്തെ ഷോപ്പിംഗ് റിംഗ് എടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഇന്നത്തെ ഒരു പരിപാടി. അപ്പം എൻഗേജ്മെന്റിന് ഒരു തലേ ദിവസം, അതായത് എൻഗേജ്മെന്റ് മെയ് 1-നാണ്. അപ്പൊ 29-ാം തീയതി രാവിലെ റിംഗ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ വീട്ടിൽ വരുന്ന സമയത്ത് അർജുൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളൊരു 1 മണിക്കൂർ 1.5 മണിക്കൂറിൽ വരുമെന്ന് വിചാരിച്ചായിരുന്നു വീട് പൂട്ടിക്കൊണ്ട് പോയത്. അപ്പൊ അവൻ അവിടെ വന്ന് കുറെ നേരം വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നു. ഞങ്ങൾ വരാൻ ഒത്തിരി താമസിച്ചു.
അർജുനോടെ കാവലിരിക്കുന്നു, വീടിന് കാവലിരിക്കുന്നു. താഴോട്ട് വാ. പണിഞ്ഞ് കിട്ടിയാ മതിയായിരുന്നു. അച്ഛൻ വന്നാലും വരത്തില്ല. നമ്മളൊരു റിങ് വാങ്ങാനാണ് ഇത്രയും സമയം എടുത്തതെന്ന് പറഞ്ഞപ്പോ അവൻ പറയാണ് കല്യാണത്തിന്റെ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോ അവൻ വരുന്നില്ല, അച്ഛനും വരത്തില്ല എന്നൊക്കെ പറഞ്ഞു. കാരണം ഇവർക്കൊക്കെ ക്ഷമ ഇച്ചിരി കുറവാണ്, ഇച്ചിരി കാത്തിരിക്കാനൊക്കെ. നമുക്ക് പിന്നെ ഗേൾസിന് അങ്ങനത്തെ ക്ഷമക്കുറവൊന്നും ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് വിടുകയാണ്. അപ്പൊ ഇന്നത്തെ വേറെ പരിപാടികളും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ അതേ ആറാട്ട്, അതായത് അദ്വൈത് രാവിലെ തന്നെ ആറാട്ടിന് പോയിരിക്കണം. അപ്പൊ അതിന്റെ ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഈക്കും കൂടെ അത് കാണാൻ വേണ്ടി ഇറങ്ങുകയാണ്. അപ്പൊ നമ്മൾ നേരെ വീട്ടിലോട്ട് വിട്ടു. അപ്പൊ അന്നത്തെ ദിവസവും കാര്യങ്ങളൊക്കെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം നമുക്ക് കുറെ ഷോപ്പിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻഗേജ്മെന്റിന്റെ ഡ്രസ്സ് എടുക്കണം, ചെരുപ്പ്, അതുപോലെ തന്നെ അല്ലറച്ചിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങണം. അപ്പൊ നല്ലപോലെ ഒരുങ്ങി ഇറങ്ങിയിട്ട് നമ്മൾ ഷോപ്പിംഗ് മാത്രമല്ല ഉദ്ദേശം. ഇന്നാണെങ്കിൽ അച്ഛന്റെ ആണെങ്കിൽ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരു ഗെറ്റ് ടുഗദർ വെച്ചിട്ടുണ്ട്, അവരുടെ സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്സ് എല്ലാം കൂടെ. അപ്പൊ ഫാമിലി ഗെറ്റ് ടുഗദർ ആണ്. അപ്പൊ ഞങ്ങളും വന്നേ പറ്റൂന്ന് അച്ഛന് ഭയങ്കര നിർബന്ധമായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി ആ പരിപാടി കഴിഞ്ഞിട്ട് ആ വഴി നമുക്ക് എല്ലാവർക്കും കൂടെ പോകാമെന്ന് വിചാരിച്ചിട്ടുള്ള പരിപാടികളൊക്കെയാണ്. അങ്ങനെ നമ്മള് രാവിലെ തന്നെ റെഡി ആയിട്ട് ഗെറ്റ് ടുഗദറിന് പോയി അവിടെ നിന്ന് അറ്റൻഡ് ചെയ്ത് അവിടെ നിന്നാണ് ഉച്ചയ്ക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ. അത് കഴിച്ചിട്ട് നമ്മുടെ ഷോപ്പിംഗ് കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ ഗെറ്റ് ടുഗദർ ഒത്തിരി ദൂരമൊന്നുമല്ല കേട്ടോ, നമ്മുടെ ഇവിടുന്ന് വീടിന്റെ അവിടെ ജസ്റ്റ് ഒരു വളവേ ഉള്ളൂ. അപ്പൊ അവിടെ ഒരു ഹോട്ടലുണ്ട്, ഭാഗവത് റെസിഡൻസി എന്ന് പറഞ്ഞിട്ടോ. അവിടെയാണ് പരിപാടികളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ വണ്ടി കൊണ്ടുവന്ന് നിർത്തിയത് ഒരു മാവിന്റെ കീഴിലായിരുന്നു. തുറക്കാനും അടയ്ക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. എന്താ അടയ്ക്കാൻ നേരത്ത് കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. അതിനകത്തൊരു മാവല ഇങ്ങനെ കയറിയിരിക്കുന്നത് ഞാൻ കണ്ടില്ല. പിന്നെ നമ്മൾ തിരിച്ചു കയറാൻ നേരത്ത് കുറച്ച് കഷ്ടപ്പെട്ടു. അത് നമുക്ക് തിരിച്ചു കയറുമ്പോൾ കാണാം. അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ്. നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ സമയം ഒരു 10 മണിയൊക്കെ ആവാറായപ്പോഴാണ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ പെട്ടെന്ന് ഇറങ്ങണമെന്നൊക്കെ ഉള്ള ഒരു പ്ലാനിങ്ങിലാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. കാരണം നമുക്ക് ഒരുപാട് ഇന്നാണെങ്കിൽ ഇലക്ഷന്റെ നമ്മുടെ കുട്ടികലാശമൊക്കെ അവസാനിക്കുന്ന ഡേ ആയതുകൊണ്ട് നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് മാക്സിമം കടയിൽ ചെന്ന് പറ്റുന്നതെങ്കിൽ നേരത്തെ പറ്റണം എന്നുള്ള രീതിയിൽ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം ചങ്ങനാശ്ശേരിയിലായിരുന്നു ഡ്രസ്സ് എടുക്കാൻ പോകാനൊക്കെ പ്ലാൻ ചെയ്തത്. അപ്പൊ ഈ ഒരു തിരക്കിനിടയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ട്രാഫിക്കിലൊക്കെ പെട്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് മാറ്റിയത്. അങ്ങനെ ഫൈനലി നമ്മൾ ഫംഗ്ഷൻ നടക്കുന്ന ഹാളിലെത്തി. അപ്പൊ ഇത് അച്ഛന്റെ ഫ്രണ്ട്സും അവരുടെ ഫാമിലി മെമ്പേഴ്സും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ ഫാമിലി ഗെറ്റ് ടുഗദറാണ്. നമ്മളെല്ലാവരും ഇടയ്ക്കിടയ്ക്കൊക്കെ ആണെങ്കിൽ അച്ഛന്റെ കൂടെ ഇതുപോലുള്ള ഗെറ്റ് ടുഗദറിനൊക്കെ പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം അച്ഛന്റെ ഫ്രണ്ട്സ് ഒക്കെ നല്ല അടിപൊളിയാണ്. കാരണം അങ്ങനെ ഒരു നമുക്ക് ആ ഒരു അപരിചിതോ കാര്യങ്ങളൊന്നും ഇല്ല. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ മീറ്റിങ്ങും ടൂറും ഒക്കെ പോകാറുണ്ട് നമ്മളെല്ലാവരും കൂടെ. അതുകൊണ്ട് അങ്ങനെ നമുക്ക് പരിചയക്കുറവും കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാവരും ഒരുമിച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒത്തുകൂടി ഫാമിലി മെമ്പേഴ്സും എല്ലാം കൂടെ ഒരുമിച്ച് കൂടുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ പരിചയക്കുറവും കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയുകയൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് നമ്മളൊരു തിരക്ക് പിടിച്ചൊരു സിറ്റുവേഷനിലായതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. അപ്പൊ എല്ലാവരും കൂടെ ചേർന്ന് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കുകയൊക്കെയാണ്. അതെ, നല്ല അടിപൊളിയായിട്ട് ചില്ല് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ നമുക്ക് കുറച്ച് ടെൻഷൻ ഉണ്ട്. കാരണം നമ്മള് വേറൊരു കാര്യം കൂടെ പെൻഡിങ്ങിലുള്ളതുകൊണ്ട്. അപ്പൊ ഏതൊരു അച്ഛന്റെ ഒരു ഫ്രണ്ടാണ്. അപ്പൊ ഇവര് കൂടുതൽ പേരും പ്രവാസികളും കാര്യങ്ങളും ഒക്കെ കേട്ടോ. അപ്പൊ എല്ലാവരും കൂടെ നാട്ടിലൊക്കെ ഉള്ള ഒരു സമയത്താണ് ഇതുപോലെ ഗെറ്റ് ടുഗദറും കാര്യങ്ങളും ടൂറും കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്യുന്നത്. അങ്ങനെ എല്ലാരും സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അച്ഛനാണ് അടുത്തായിട്ട് സംസാരിക്കുന്നത്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അച്ഛന്റെ വായിൽ നാക്കൊണ്ടോത് പോലും നമുക്ക് സംശയമുണ്ട്. അതുപോലെ മിണ്ടാത്ത ഒരാളാണ് അച്ഛൻ. അച്ഛൻ മിണ്ടുന്നതും പാട്ട് പാടുന്നതും അതുപോലെ തന്നെ ചിരിക്കുന്നതും ഒക്കെ നമ്മൾ കൂടുതൽ ഇതുപോലുള്ള ഗെറ്റ് ടുഗദറിലൊക്കെ പോകുമ്പോഴാണ് നമ്മൾ കാണാറുള്ളത്. അങ്ങനെ സംസാരങ്ങളും വിശേഷം പറച്ചിലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഒരു 12 മണി ആയപ്പോൾ തന്നെ നമ്മൾ ഫുഡ് സ്റ്റാർട്ട് ചെയ്തു. ഒത്തിരി ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബൊഫേ ആയിരുന്നു. കപ്പ, മീൻകറി, റൈസ്, അതുപോലെ തന്നെ ബീഫ് എല്ലാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഐസ്ക്രീം വിത്ത് ഫ്രൂട്ട്സ് കിട്ടി. അപ്പൊ അതും കൂടെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങാനെ കൊണ്ടുള്ള പ്ലാനാണ്. അപ്പൊ അച്ഛൻ ഞങ്ങളുടെ കൂടെ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ ഫ്രണ്ട്സിനെ കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ സ്വഭാവം മാറി. അച്ഛൻ വരുന്നില്ല, നിങ്ങൾ തന്നെ പോയെങ്കിൽ വാങ്ങിച്ചോളാൻ പറഞ്ഞു. അപ്പൊ നമ്മള് പത്തനംതിട്ടയിലോട്ടാണ് പോകുന്നത്. നമ്മൾ ആദ്യം കുറച്ച് ബൊട്ടീക്സിലൊക്കെ കയറി തിരക്കാന്ന് വിചാരിച്ചാണ്. കാരണം എനിക്ക് റെഡിമെയ്ഡ് ഡ്രസ്സൊന്നും സൈസ് ആവത്തില്ല. റെഡിമെയ്ഡ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ ഒത്തിരി ഓർഡർ ചെയ്തൊക്കെ വരുമ്പോൾ അതിന് ഡ്രസ്സിന്റെ ഭംഗിയും പോവും. പകുതി തുണിയോളം വെട്ടിമുറിച്ചൊക്കെ കളയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ പത്തനംതിട്ടയ്ക്കാണ് പോകുന്നത്. കാരണം ഇന്ന് ഓൾറെഡി കുറച്ച് തിരക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ദൂരെ പോയി കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് പെട്ടുപോകുന്ന വിചാരിച്ചിട്ട് ആദ്യം പത്തനംതിട്ട പോയി നോക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു മാവിന്റെ ഇല കുറച്ച് സീനായിട്ട് കിടക്കുമായിരുന്നു. അപ്പം വണ്ടി കുറച്ച് ഫ്രണ്ടിലോട്ട് എടുത്തിട്ടാണ് പിന്നെ ഡോർ അടയ്ക്കാൻ പോലും പറ്റി. ആദ്യം നമ്മളൊരു ബുട്ടീക്കിൽ പോയി കാര്യങ്ങളൊക്കെ തിരക്കാമെന്ന് വെച്ച് ചെന്നു. അപ്പൊ ഭയങ്കര പ്രൈസ് കുറച്ച് കൂടുതലായിരുന്നു. 25 മുതലൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞു. അപ്പൊ നമ്മൾ ഒരു ദിവസത്തെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് അത്ര ഒന്ന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മള്
തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്നുള്ള ഡ്രസ്സ് എടുക്കുന്ന പരിപാടികളൊക്കെ വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ നേരെ വിട്ടു അപ്പച്ചന്റെ വീട്ടിലോട്ട്. അവിടെ വന്നിട്ട് കുറച്ചൊന്ന് ഉറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും മുഖമൊക്കെ കണ്ടോ ആകെ ടയർഡായിട്ട് ഒരു കോലമായി. അപ്പൊ പിന്നെ ഞങ്ങൾ എല്ലാരും കൂടെ പോയി അടുത്തൊരു സ്ഥലത്തോട്ട് പോയി, ബൊട്ടീക്കിലോട്ട് പോയി. അവിടെ കൂടെ തിരക്കിയിട്ട് പിന്നെ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ്. വന്നിട്ടാണെങ്കിൽ ഒരു കുട്ടി ഉറക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നിറച്ച് ഫുഡൊക്കെ കഴിച്ചോണ്ട് അതിന്റേതായ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരും കൂടെ പോകാന്ന് വിചാരിച്ചിട്ടാണ്. ഇക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. കാരണം അവന് കഴിഞ്ഞ ദിവസം മോതിരം എടുക്കാൻ പോയ ക്ഷീണം വരെ മാറിയില്ല. ഒരു മോതിരം എടുക്കാൻ വേണ്ടി നമ്മളൊരു 4 മണിക്കൂർ സെന്റ് ചെയ്തില്ല. അതുകൊണ്ട് അവൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദിവാപ്പെ, അദ്വൈത്, ഞാനും അമ്മയും അർജുനും കൂടെ പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആദ്യം പത്തനംതിട്ട തന്നെ പോയി 1-2 സ്ഥലത്തൊക്കെ നോക്കിയിട്ട് എന്താ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും പോകണമെങ്കിൽ പോകാമെന്നുള്ളൊരു തീരുമാനത്തോടു കൂടിയാണ് ഇറങ്ങുന്നത്. അപ്പൊ നമ്മള് പത്തനംതിട്ട 1-2 ജസ്റ്റ് ബൊട്ടീക്കുകളിലൊക്കെ കയറി ചോദിച്ചു. നമുക്ക് വില കുറച്ച് നമ്മുടെ ഒരു അഫോർഡബിൾ പ്രൈസിനകത്ത് വന്നത്. പക്ഷെ നമുക്ക് അവരത് സ്റ്റിച്ച് ചെയ്ത് തരാനൊക്കെ കുറെ സമയവും കാര്യങ്ങളും ഒക്കെ എടുക്കുമെന്ന് പറഞ്ഞു. നമുക്ക് പെട്ടെന്ന് കിട്ടുകയും വേണം സംഭവം. അതുകൊണ്ട് പിന്നെ അവിടുന്ന് നമ്മൾ ബൊട്ടീക്ക് എന്നുള്ളൊരു ഓപ്ഷൻ അങ്ങ് ഉപേക്ഷിച്ചു. ചിലടത്ത് ചെല്ലുമ്പോൾ നമുക്ക് പ്രൈസ് കൂടുതലായിരിക്കും, അല്ലാത്തടത്ത് ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ കറക്റ്റ് ടൈമിൽ അത് കിട്ടത്തില്ല. അപ്പൊ പിന്നെ നമ്മള് ഒരു ഡിസിഷൻ എടുത്തു. ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, എന്റെ തുണികളൊക്കെ കൂടുതലും ഡിസൈൻ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. കാരണം എനിക്ക് റെഡിമെയ്ഡ് ഡ്രസ്സ് ഒന്നും സൈസ് ആകത്തില്ല. കാരണം കുട്ടി സൈസ് ആയതുകൊണ്ട് റെഡിമെയ്ഡ് എവിടെ പോയാലും എനിക്ക് കിട്ടത്തില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഒത്തിരി ഓർഡർ ചെയ്ത് വരുന്ന കഴിയുമ്പോൾ ആ ഒരു ഡ്രസ്സിന്റെ ഭംഗിയും പോവും. എല്ലായിടത്തും അവിടെ ഇവിടെയൊക്കെ എന്താ ഏച്ച് കിട്ടിയാൽ മുളച്ചിരിക്കുന്ന പറയാനുള്ള ഇങ്ങനെ വെയറിങ് കുറഞ്ഞൊക്കെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ കൂടുതൽ റെഡിമെയ്ഡ് ഡ്രസ്സ് അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല. എപ്പോഴും തുണിയൊക്കെ എടുത്തിട്ട് എനിക്ക് ഇഷ്ടമുള്ളൊരു ഡിസൈനിൽ തയ്പ്പിക്കാറാണ് പതിവ്. അങ്ങനെ ഫൈനലി എന്റെ എൻഗേജ്മെന്റ് ഡ്രസ്സ് ഞാൻ തന്നെ അങ്ങ് ഡിസൈൻ ചെയ്യാമെന്ന് തീരുമാനിച്ചു. കാരണം നമുക്ക് മാറിയും കയറിയൊക്കെ ഇറങ്ങിയൊക്കെ നോക്കി നടക്കാനായിട്ട് സമയവും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ തുണി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പത്തനംതിട്ട അങ്ങനെ വലിയ കടകളും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ നമ്മള് നല്ല സ്പീഡിൽ നമ്മൾ തിരുവല്ലയ്ക്ക് വിടുകയാണ്. സമയം ഇപ്പൊ തന്നെ ഒരു 3 മണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തിരുവല്ല എത്തിയിട്ടുണ്ട്. സാധാരണ എന്റെ തുണി തയ്ക്കുന്നതൊക്കെ രമ്യ ചേച്ചിയാണ്. ഞാൻ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഞാൻ പറഞ്ഞു തീർക്കും, അതുപോലെ ചെയ്ത് തരാനാണ് പതിവ്. പക്ഷെ ഇപ്പൊ ചേച്ചി കുറച്ച് ബിസിയാണ്. കാരണം നേരത്തെ ഞാൻ ചെന്നപ്പോൾ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് എന്തോ ഗുരുവായൂർ കല്യാണം കാര്യങ്ങളൊക്കെ ആയിട്ട് 3-4 ദിവസത്തേക്ക് 1-2 ദിവസങ്ങളിലൊക്കെ പോകാനുള്ള പരിപാടികളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ എനിക്ക് ഈ ഒരു ഡ്രസ്സ് മാക്സിമം പോയ ഒരു 1.5 ദിവസം അതിനുള്ളിൽ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടണം. നമുക്ക് നിന്നതിപ്പി കിട്ടണമെന്നൊക്കെ പറയില്ല, ആ ഒരു അവസ്ഥയാണ് എനിക്ക്. അതുകൊണ്ട് നമ്മളെ ചേച്ചി ഓൾറെഡി തിരക്കാണെന്ന് അറിഞ്ഞുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി എനിക്ക് അവിടെ തയ്ച്ചു തരും. പക്ഷെ നമ്മൾ അത്ര അവർ തിരക്കാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ പോയി ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. അപ്പൊ അപ്പയുടെയൊക്കെ വീടിന്റെ അടുത്തൊരു ചേച്ചി തയ്ച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തുണിയെടുക്കാൻ നമ്മൾ തിരുവല്ല മഹാലക്ഷ്മിയിലോട്ടാണ് പോകുന്നത്. നമുക്ക് ഇപ്പൊ നിൽക്കുന്ന ഒരു പൊസിഷൻ വെച്ചിട്ട് നമുക്ക് ഏറ്റവും അടുത്തെന്ന് പറയാനുള്ള ഒരു നല്ല കട എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ്. തിരുവല്ല തന്നെ മഹാലക്ഷ്മി 2 കടയുണ്ട്. ഒന്ന് നമ്മുടെ ടൗണിൽ തന്നെയുള്ള മഹാലക്ഷ്മി ഉണ്ട്, പിന്നെ മുത്തൂരുള്ള മഹാലക്ഷ്മി ക്ലാസിക് ഉണ്ട്. നമ്മൾ മുത്തൂരുള്ള മഹാലക്ഷ്മി ക്ലാസിക്കിലോട്ടാണ് പോകുന്നത്. അപ്പൊ കൂടുതലും എനിക്ക് സെലക്ഷനും കാര്യങ്ങളൊക്കെ മുത്തൂരാണ് കേട്ടോ ഉള്ളതായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ വന്നത് സീസൺ ടൈം ഒന്നുമല്ല, കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. ഓണം സമയത്തൊക്കെ വരുമ്പോഴാണ് സാധാരണ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പൊ ഇപ്പൊ വന്നു കഴിഞ്ഞാൽ വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷെ നമ്മുടെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചു. നല്ല അടിപൊളി അടാറ് തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ലെഹങ്കയുടെ സെക്ഷനിലോട്ട് പോയി ജസ്റ്റ് നമ്മൾ റെഡിമെയ്ഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഒന്ന് പോയി നോക്കാന്ന് വിചാരിച്ചു. എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്നുള്ളൊരു പ്രതീക്ഷയില്. എനിക്ക് ഒത്തിരി ലെഹങ്ക ആയാലും ഏത് ഡ്രസ്സായാലും എനിക്ക് ഒത്തിരി വർക്കോ കാര്യങ്ങളോ ഇങ്ങനെ തിളക്കം എനിക്ക് ഒക്കെ ഉള്ളതൊന്നും ഇഷ്ടമല്ല. ഈ ബൊമ്മലൊക്കെ ഇട്ടിട്ടുണ്ട് എനിക്കിതൊന്നും അത്ര വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല. അത്രയും മിനിക്കവും തിളക്കവും ഉള്ള ഡ്രസ്സുകളോടും കാര്യങ്ങളോടും ഒന്നും സിമ്പിൾ ആയിട്ടുള്ളതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പൊ നമ്മള് ജസ്റ്റ് കയറിയിട്ട് ചോദിച്ചു, ലെഹങ്കയുടെ സെക്ഷൻ ചോദിച്ചു. അപ്പൊ നമുക്കൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പൊ പോകുന്ന ടൈമിലാണെങ്കിൽ ലെഹങ്കയുടെ എന്താ സിമ്പിൾ ആയിട്ടുള്ള വർക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളതൊക്കെ നമ്മുടെ ഈ ബൊമ്മയിലൊക്കെ ഇങ്ങനെ ഇട്ടൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇതുപോലെ ഇതൊന്നും വലിയ വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ളതാണ്. പക്ഷെ അതൊന്നും നമുക്ക് സൈസ് കറക്റ്റ് ആവത്തില്ല. പിന്നെ അത് ഓൾട്ടർ ചെയ്യാനൊക്കെ പോയാൽ ഞാൻ പറഞ്ഞല്ലോ, അടിയിലെ ആ ഒരു ഡിസൈനും വർക്കും ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഒന്നും കൊള്ളത്തില്ല, വെറും തുണി മാത്രമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തും. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലെഹങ്കയുടെ സെക്ഷനിലോട്ട് പോയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ പ്രതീക്ഷകളും കാര്യങ്ങളും ഒന്നും തെറ്റിയില്ല. എല്ലാം നല്ല ഹെവി വർക്കുള്ള ലെഹങ്കാസ് ആയിരുന്നു അവരെടുത്തിട്ടൊക്കെ. അപ്പൊ ആദ്യം 1-2 എണ്ണം കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു വേണ്ട, നമ്മള് വേറെ മെറ്റീരിയൽ എടുക്കുന്ന സെക്ഷനിലോട്ട് പോകാം. കാരണം ഒത്തിരി അവരെ കൊണ്ട് വലിച്ചു വാരി ഇടിപ്പിക്കുന്നത് ശരിയല്ല. അപ്പൊ 1-2 എണ്ണം കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു നമുക്കിനി ഇത് നോക്കുന്നില്ല, നമുക്ക് മറ്റേ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യുന്ന സെക്ഷനിലോട്ട് പോവാന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോയി. എനിക്കാണെങ്കിൽ അങ്ങനെ കളർ സെലക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഏത് കളർ സെലക്ട് ചെയ്യണം കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ കുറെ ഇങ്ങനെ നമ്മുടെ ഒരു റാക്ക് നിറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. എന്റെ ഒരു ഫോട്ടോ എടുത്ത്
സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ സെലക്ട് ചെയ്ത് തരേണ്ട ആള് തന്നെ എനിക്കിത് സെലക്ട് ചെയ്ത് തന്നു. അപ്പൊ ചേട്ടനാണ് കളറും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത്. പിന്നെ അമ്മ അപ്പൊ എന്തൊക്കെ സാരിയും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഷോപ്പിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നിൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ തളർന്ന് എല്ലാവരും അവിടെ ഇരിക്കുകയാണ്. കാരണം ലിഫ്റ്റിന് വെയിറ്റ് ചെയ്യാണ്. സ്റ്റെയറും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. സ്റ്റെയറും കാര്യങ്ങളൊന്നും മഹാലക്ഷ്മി ഇല്ല, ഫുൾ ലിഫ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ലിഫ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അതൊക്കെ കുഴപ്പി ഇത് കൂടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ അതിന് ഇത്രയും ടൈം വെയിറ്റ് ചെയ്തൊക്കെ ഇരുന്നില്ല. അല്ലെങ്കിൽ അവൻ അവിടെ കിടന്ന് സീനാക്കണം. കാരണം അവർക്കൊന്നും ഇത്രയും നേരം ഒന്ന് വെയിറ്റ് ചെയ്യാനും കാര്യങ്ങളൊന്നും പറ്റില്ല. നമ്മൾ മഹാലക്ഷ്മി ഇറങ്ങിയപ്പോൾ 6:45 7 മണി സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ തുണി കളക്ട് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ താഴെ വന്നിട്ട് അത് വാങ്ങാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ ഡ്രസ്സ് ഏതാ സെലക്ട് ചെയ്ത് കളറും കാര്യങ്ങളും ഒന്നും ഞാൻ ഈ വീഡിയോയിൽ മനഃപൂർവ്വം കാണിക്കാനാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അപ്പൊ എൻഗേജ്മെന്റ് കാണുമ്പോൾ ഒരു ത്രില്ല് ഉണ്ടാകത്തില്ല. നമ്മൾ ഏത് കളറാ എന്താന്നൊക്കെ ഇപ്പൊക്കെ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ കളർ എടുത്തത് കാണിക്കാതിരുന്നത്. അങ്ങനെ നമ്മൾ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സാധനമൊക്കെ കിട്ടി, സാധനം കയ്യിലുണ്ട്. അപ്പൊ നമ്മള് വെളിയിലോട്ട് ഇറങ്ങുകയാണ്. ഇനിയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. ചെരുപ്പ് അതുപോലുള്ള അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ട്. മെറ്റീരിയൽ എടുക്കാനൊക്കെ പോയി കഴിഞ്ഞപ്പോ ഒത്തിരി കളർ എല്ലാം കൂടി ഇങ്ങനെ വാരി വലിച്ചിട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ഏതെടുക്കണം എന്തെടുക്കണം. ഒന്നാമത് നമ്മൾ നല്ല ടയർഡായിട്ട് ഒരുപാട് പ്രാത് പിടിക്കുന്ന അവസ്ഥയിലായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. എല്ലാം വലിയ ടെൻഷനും കാര്യങ്ങളിലും ഒക്കെ ആയി. അപ്പൊ എന്തായാലും ചേട്ടൻ നല്ല രീതിയിൽ തന്നെ സെലക്ട് ചെയ്ത് തന്നു. ഞാനും ഏകദേശം ഒരു സെലക്ഷനിലേക്ക് എത്തിയ ആ ഒരു കളർ തന്നെയാണ് പുള്ളി സെലക്ട് ചെയ്ത് തന്നത്. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെളിയിലേക്ക് ഇറങ്ങി. ഇപ്പൊ ഒരു സമയം ഒരു 6:45 7 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. നല്ല ഇപ്പൊ രാത്രി അവനെ കൊണ്ട് നമുക്ക് കുറച്ച് ടൈം എടുക്കുമല്ലോ. അതുകൊണ്ടാണ് ഇപ്പൊ നല്ല വെട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നുന്നത്. അപ്പൊ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ വന്നിട്ട് വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ കാറ് പാർക്കിംഗ് കിടക്കുകയാണ്. അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ആദ്യം തന്നെ എന്തെങ്കിലും വെള്ളമോ കാര്യങ്ങളോ എന്തെങ്കിലും കുടിക്കണം. നമ്മൾ പെട്ടെന്ന് ഇറങ്ങേണ്ടി വെള്ളവും കാര്യങ്ങളും ഒന്നും എടുക്കാതാണ് വന്നത്. ഇങ്ങോട്ട് വന്ന ടൈമിൽ ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം കൂടി മത്സരം പോലായിരുന്നു. അതെല്ലാം എത്രയോ പെട്ടെന്ന് അതിന് തീർന്നു പോയി. പിന്നെ നമ്മളതേ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പാർക്കിങ്ങിൽ നിന്ന് കാർ എടുക്കാനും കുറച്ച് ടൈം വേണ്ടി വന്നു. അങ്ങനെ നമ്മൾ കാറിൽ കയറിയിട്ട് നമ്മൾ ടൗണിലോട്ടാണ് പോകുന്നത്. ഇപ്പൊ നമ്മൾ മുത്തൂരാണ് മഹാലക്ഷ്മിയിൽ നിൽക്കുന്നത്. ഇവിടെ നിന്ന് ടൗണിലോട്ട് പോയിട്ട് ചെരുപ്പ് അതുപോലുള്ള അല്ലറ ചില്ലറ എൻഗേജ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടൗണിലേക്ക് പോവാണ്. നല്ല തിരക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കടയുടെയും മുന്നിൽ കാറ് നിർത്തി നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനൊന്നും പോസിബിൾ അല്ല. അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും സേഫ് ആയ ഒരു സ്ഥലത്ത് കാറ് നിർത്തിയിട്ട് ഇറങ്ങി നടന്ന് സ്വസ്ഥമായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുക എന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ ഇറങ്ങുകയാണ്. അപ്പൊ അവർ രണ്ടുപേരും ഇവിടെ പോയിട്ട് കാറ് പാർക്ക് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളെ ഒരു ബേക്കറിയുടെ ഫ്രണ്ടിലാണ് ഇറങ്ങിയത്. അപ്പൊ കുടിക്കാൻ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മുടെ പ്രയോറിറ്റി. കാരണം അതുപോലെ വയ്യ. കയ്യിലുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ, വെള്ളവും കുപ്പിയും കാര്യങ്ങളൊക്കെ തീർന്നു. അപ്പൊ ഞാൻ ഒരു വെള്ളം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടയിൽ കയറിയിരിക്കുകയാണ്. അപ്പൊ അവർ കാറ് പാർക്ക് ചെയ്തിട്ട് വരും. അങ്ങോട്ട് കയറി നമ്മൾ ആദ്യം തന്നെ സ്പ്രൈറ്റോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാന്ന് വിചാരിച്ചു. മൗണ്ടൻ ഡ്യൂന്റെ ഒരു കുപ്പിയാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പൊ അവിടെ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ബില്ല് കൊടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിന്നപ്പോ ഒരു വാവ എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. എനിക്ക് ആദ്യം കണ്ടപ്പോ നമ്മുടെ ജാനിക്കുട്ടിയെ പോലാണ് ഓർമ്മ വന്നത്. അപ്പൊ പിന്നെ വാവയോട് ചാറ്റയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങി വെള്ളമൊക്കെ കുടിച്ചപ്പോ തന്നെ നല്ല ആശ്വാസവും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പൊ നമ്മൾ നേരെ ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ചെരുപ്പ് കടയിൽ എന്ത് പറ്റിയെന്ന് അറിയില്ല, ഭാഗ്യത്തിന് നമുക്ക് ഒത്തിരി ടൈം ഒന്നും കളയേണ്ടി വന്നില്ല. ആദ്യം കണ്ട ഒരു 2 ചെരുപ്പ് എടുത്തപ്പോ തന്നെ എനിക്ക് നമ്മുടെ ഒരു ചെരുപ്പ് ഇഷ്ടപ്പെട്ടു. കാരണം ചെരുപ്പാണെങ്കിൽ നമ്മൾ അധികം വലിയ ഫംഗ്ഷനൊക്കെ ഇടുന്ന പോലത്തെ ഒത്തിരി തിളക്കമുള്ള ചെരുപ്പൊന്നുമല്ല. നമ്മൾ നോർമൽ ആയിട്ടുള്ള ചെരുപ്പ് തന്നെയാണ് വാങ്ങാൻ ഉദ്ദേശിച്ചത്. അപ്പൊ പെട്ടെന്ന് തന്നെ ചെരുപ്പും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചു. അത് നമുക്ക് എൻഗേജ്മെന്റിന്റെ ഒക്കെ വീഡിയോയ്ക്കകത്ത് കാണാം. അതുകൊണ്ടാണ് അതും കാണിക്കാഞ്ഞത്. അതെടുത്ത സംഭവം തന്നെയായിരുന്നു കേട്ടോ. അവിടുന്ന് വാങ്ങിച്ച് ചെരുപ്പൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങിയിട്ട് പിന്നെ അമ്മയ്ക്ക് എന്തോ മെഡിസിനോ എന്തോ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ രാത്രി ആയിട്ടുള്ള 7 മണിയൊക്കെ ആയപ്പോഴും നല്ല അത്യാവശ്യം കുറച്ച് വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നേരെ നമ്മൾ ഗുഡ്വില്ലിലോട്ടാണ് പോകുന്നത്. അപ്പൊ കുറച്ച് വളയും അതുപോലെ തന്നെ പൊട്ട് സംഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ നേരെ ഗുഡ്വില്ലിലോട്ട് പോയി. അവിടുന്ന് പെട്ടെന്ന് തന്നെ ഒരുപാട് സമയമൊന്നും കളയേണ്ടി വന്നില്ല. പെട്ടെന്ന് തന്നെ വളയും കാര്യങ്ങളും ഒക്കെ സെലക്ട് ചെയ്തു. നമ്മൾ എൻഗേജ്മെന്റിന് അങ്ങനെ ഗോൾഡ് ഒന്നും ഇടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഉദ്ദേശമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അല്ലാത്ത മാച്ചിങ് ആയിട്ടുള്ള വളയും കാര്യങ്ങളും ഒക്കെ എൻഗേജ്മെന്റിന് വേണ്ടിയിട്ട് പ്രിഫർ ചെയ്തിരിക്കുന്നത്. ഡ്രസ്സ് കുറച്ച് ഡാർക്ക് കളറാണ്. അതുകൊണ്ട് തന്നെ വളയും കാര്യങ്ങളൊക്കെ ഞാനൊരു ലൈറ്റ് കളർ ആണ്. നമ്മുടെ പേള് അതുപോലെയുള്ള പേളല്ലല്ലോ ഈ കല്ലൊക്കെ വെച്ചിട്ടുള്ള വളയും കാര്യങ്ങളൊക്കെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മള്
ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലോട്ട് പോകാന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ കയറിയിരിക്കുകയാണ്. അപ്പൊ അമ്മയ്ക്കൊക്കെ ആദ്യം എന്താ മസാല ദോശ എന്തോ കാര്യങ്ങളൊക്കെയാണ് ഓർഡർ ചെയ്തത്. അപ്പൊ ഞങ്ങൾ പലരും പലതൊക്കെയാണ് ഓർഡർ ചെയ്തത്. പൊതുവെ എനിക്ക് പുറത്തൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പൊറോട്ടയാണ് ഫേവറേറ്റ്. പൊറോട്ടയുടെ കൂടെ സാധാരണ ചിലപ്പോൾ ചിക്കൻ കറി, ചിലപ്പോൾ ബീഫൊക്കെയാണ് കഴിക്കുന്നത്. അപ്പൊ ഇന്ന് ചിക്കൻ ഫ്രൈ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ചിക്കൻ ഫ്രൈയും കാര്യങ്ങളും ഒക്കെ കഴിച്ചിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ഫുഡൊക്കെ അടിച്ചിട്ട് നമ്മൾ നേരെ ഈ വീട്ടിലോട്ട് വിടുകയാണ്. ഇന്ന് പരിപാടിയും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മുടെ ഓൾമോസ്റ്റ് ഷോപ്പിംഗും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇനി എൻഗേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം സെറ്റാണ്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് സമയം ഒരു 7:30 8 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. നമ്മൾ പെട്ടെന്ന് തന്നെ പോയി. നമ്മുടെ മഹാലക്ഷ്മി നമുക്ക് ലൈനിങ്ങിനുള്ള മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളവിടെ ചോദിച്ചപ്പോൾ ഒത്തിരി കൂടി. കാരണം വെച്ചാൽ നമ്മുടെ ലെഹങ്കയുടെ മെറ്റീരിയലിനേക്കാൾ കൂടുതൽ ലൈനിങ്ങിന് പ്രൈസ് വരുന്ന പോലെ തോന്നി. കാരണം ലൈനിങ് തുണിക്ക് തന്നെ 200 സംതിങ് ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ ലൈനിങ് അവിടെ നിന്ന് എടുത്തില്ല. ലൈനിങ് പിന്നെ പത്തനംതിട്ട ഏതെങ്കിലും കടയിൽ നമ്മൾ സാധാരണ ഒരു എല്ലായിടത്തും ലൈനിങ് ഒക്കെ കിട്ടുന്ന ഒരു കളറാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ലൈനിങ്ങിന്റെ കാര്യത്തിൽ ടെൻഷൻ ഒന്നുമില്ലായിരുന്നു. ബാക്കി എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ നാളെ നമ്മൾ അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കും. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഏകദേശം ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് അവിടെ അവസാനിപ്പിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ കൂടി അമർത്തി വെക്കുക. എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ടാറ്റാ.